തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായി എന്ന ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞു വരുന്നു. ഇനി അറിയേണ്ടത് ഈ ആരോപണം നിഴലിലാക്കിയ ഡോക്ടർ ഹാരിസ് ഹസനോട് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ മാപ്പ് പറയുമോ എന്നതാണ്. ഇതേക്കുറിച്ചാണ് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ പറയുന്നത്. ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അദ്ദേഹത്തിനെ ശരിക്കും ബുദ്ധിമുട്ടിച്ച് മാനസികമായി തളർത്തി. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും വലുതായിരിക്കും ഈ ആരോപണ വിധേയനായ ഒരാൾ, പ്രത്യേകിച്ച് മോഷണമൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാക്കുന്ന ഒരു ആത്മാഭിമാനത്തിൻ്റെ മുറിവ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണങ്ങില്ല. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ സത്യം ചെരുപ്പിടുമ്പോഴേക്ക് നുണ ലോകം ചുറ്റി വന്നിരിക്കും എന്ന് പറയും പോലെയാണ് ഡോക്ടർ ഹാരിസ് ഹസൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഡോക്ടർ ഹാരിസ് ഹസൻ ആത്മാർത്ഥതയുള്ള, രോഗികളോട് വളരെയധികം കാരുണ്യമുള്ള ഒരു ഡോക്ടറായിരുന്നു എന്ന കാര്യം ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അദ്ദേഹം നേരത്തെ SKN പറഞ്ഞതുപോലെ ഒരു ഇരുചക്ര വാഹനത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു, വരുന്നു. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള വലിയ വലിയ ഡോക്ടർമാരിൽ നിന്ന് ഭിന്നമായി ഈ കാര്യത്തിലൊക്കെ ഒരു ലളിത ജീവിതം, അതോടൊപ്പം തന്നെ രോഗികളുടെ ക്ഷേമം, ഇതൊക്കെയാണ് പ്രധാനമായും ഡോക്ടർ ഹാരിസ് ഹസൻ എന്നും ഇതിനകം തന്നെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനിടെയാണ് ഡോക്ടർക്കെതിരായി ഒരു ആരോപണവുമായി ആരോഗ്യവകുപ്പ് തന്നെ രംഗത്തെത്തുന്നത്. അദ്ദേഹം അവിടുത്തെ ശസ്ത്രക്രിയാ ഉപകരണത്തിൻ്റെ അത് കാണാതായതിൻ്റെ ചുമതല അദ്ദേഹത്തിനാണ്, അതിൻ്റെ ഉത്തരവാദി അദ്ദേഹമാണ് എന്ന നിലയിലുള്ള ആരോപണമാണ് വന്നത്. പക്ഷേ അന്നു തന്നെ ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ ഈ ആശുപത്രിയിൽ കയറിയുള്ള അന്വേഷണമൊന്നും, ഈ പ്രത്യേകിച്ച് ശസ്ത്രക്രിയാ വാർഡിൽ കയറിയുള്ള അന്വേഷണമൊന്നും ഈ വിദഗ്ധ സമിതി നടത്തിയിട്ടില്ല എന്ന്. കാരണം വിദഗ്ധ സമിതി ആശുപത്രിയിൽ എത്തിയപ്പോൾ അന്ന് അവിടെ സർജറികൾ നടക്കുകയായിരുന്നു. അതുകൊണ്ട് അകത്തേക്ക് കയറി നോക്കാതെ അവർ ആരോ പറഞ്ഞു കേട്ടിട്ടാകാം ഇങ്ങനെയൊരു കാര്യം ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി എഴുതി ചേർത്തത് എന്ന കാര്യവും ഇപ്പോൾ വ്യക്തമാവുകയാണ്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഡോക്ടർ KV വിശ്വനാഥൻ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു പരിശോധന നടത്തി. പരിശോധനയിൽ ഇങ്ങനെ ഈ ഉപകരണം കാണാതായിട്ടില്ല, അത് അവിടെ തന്നെയുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോക്ടർ ഹാരിസ് ഹസൻ തന്നെ പറഞ്ഞിരുന്നു 14 ലക്ഷം രൂപ വരുന്ന ഒരു ഉപകരണമാണത്. ഡോക്ടർ ശശി തരൂർ MP ഫണ്ടിൽ നിന്ന് വാങ്ങിയതാണ് മെഡിക്കൽ കോളേജിലേക്ക്. അത് അദ്ദേഹം വരുന്നതിന് മുമ്പ് അവിടെ HOD ആയിരുന്ന, യൂറോളജി വിഭാഗത്തിൻ്റെ തലവനായിരുന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് അത് വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ അവിടെയുള്ള 6 ഡോക്ടർമാർ യൂറോളജി വിഭാഗത്തിൽ, അവർക്ക് ഈ ഉപകരണം ഉപയോഗിക്കാൻ അറിയാത്തതിനെ തുടർന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇത് ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായ ഒരു സർജറി മുൻ HODയുടെ കാലത്ത് തന്നെ നടത്തിയിരുന്നു. അന്ന് തന്നെ അത് വളരെ സങ്കീർണമായതാണ്. രാവിലെ 11 മണിക്ക് തുടങ്ങിയ ശസ്ത്രക്രിയ ഒടുവിൽ രാത്രി 8 മണിക്കാണ് അത് അവസാനിച്ചത്. കാരണം പലതവണ ആ കാര്യത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ആ രോഗിക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ സങ്കീർണമായൊരു ശസ്ത്രക്രിയയായിരുന്നു. അത് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് അത് അവിടെ മാറ്റിവെച്ചതാണ് എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല പിന്നീട് ഇക്കാര്യത്തിൽ ഡോക്ടറുടേതായ ഒരു വിശദീകരണവും വന്നിരുന്നു. ഈ മോർസിലേറ്റർ എന്ന് പറയുന്ന ആ ഉപകരണത്തെക്കുറിച്ചുള്ള വിശദീകരണമായിരുന്നു വന്നിരുന്നത്. അത് ഈ ശരീരത്തിനകത്ത്, പ്രത്യേകിച്ച് മൂത്രസഞ്ചി, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തുടങ്ങിയവയിലൊക്കെ ഈ അവിടെ വളരുന്ന ശരീരത്തിനകത്ത് വളരുന്ന, ഉൾഭാഗത്ത് വളരുന്ന മാംസഭാഗങ്ങളെ അത് ചെറിയ കഷ്ണങ്ങളാക്കി പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത്. മോർസിലേറ്റർ ഉപയോഗിച്ചാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അതായത് ഇതൊരു റാഡിനറ്റത്ത് ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉപകരണമാണ്. അത് ശരീരത്തിനകത്തേക്ക് കയറുമ്പോൾ അതിന് ഇന്ന ഭാഗം എന്നുണ്ടാവില്ല. അത് പോകുന്ന വഴിക്കൊക്കെ ശരീരത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്രയേറെ സൂക്ഷ്മതയോടുകൂടിയാണ് ആ ഉപകരണം ഉപയോഗിക്കേണ്ടത്. വയറിനകത്ത് തന്നെ ഒരു തേങ്ങയുടെ വലിപ്പമുള്ള മാംസകഷ്ണം ഉണ്ടായാൽ അത് കീഹോൾ വഴി 1 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കീഹോളിലൂടെ പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് ചെറിയ പൊടിച്ച് കഷ്ണങ്ങളാക്കിയാണ് ആ മാംസകഷ്ണങ്ങൾ പുറത്തേക്കെടുക്കുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഈ തരത്തിലുള്ള ഈ മാംസകഷ്ണങ്ങൾ വളരുകയാണ്. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പമുള്ള മാംസകഷ്ണങ്ങൾ വളർന്നാൽ അത് ഈ മൂത്രനാളിയിലൂടെ പുറത്തേക്കെടുക്കുക സാധ്യമല്ല. അത് പൊടിച്ച് വേണം പുറത്തേക്കെടുക്കാൻ. അതിനുപയോഗിക്കുന്ന ഉപകരണമാണിത്. അങ്ങനെ അത്രയേറെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട ഉപകരണം പലപ്പോഴും രോഗികൾക്കത് വിനയായി മാറാറുണ്ട്. അതുകൊണ്ട് FDA അടക്കമുള്ള ഏജൻസികൾ ഇക്കാര്യത്തിൽ ഈ ഉപകരണത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിതരണം ചെയ്തിട്ടുള്ള ആ ശസ്ത്രക്രിയാ ഉപകരണത്തിൻ്റെ നിർമ്മാതാക്കൾ തന്നെ അതിൻ്റെ ഉൽപ്പാദനം നിർത്തിവെക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ ഇതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് ആശുപത്രിയിലെ മറ്റു പരിമിതികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ രോഗികളിൽ നിന്ന് കാശ് വാങ്ങി ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നു. അവരുടെ ഉപകരണങ്ങൾ ഈ കാശ് വാങ്ങുക എന്ന് പറഞ്ഞാൽ കൈക്കൂലി എന്ന അടിസ്ഥാനത്തിലല്ല. ഡോക്ടർ ഹാരിസ്
എസ് എൻ കൈക്കൂലിക്കെതിരാണ് നേരത്തെ തന്നെ. മാത്രമല്ല ഈ രോഗികളെ സ്വകാര്യമായി വീട്ടിലെത്തി കാണുക, അങ്ങനെയുള്ള നടപടികൾക്കൊക്കെ വിരുദ്ധമായിക്കൊണ്ട്, അതിനൊക്കെ എതിരായിക്കൊണ്ട് അദ്ദേഹം പരസ്യമായി തന്നെ ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ വീട്ടിലെത്തി കാണുന്നത് തന്നെ കൈക്കൂലിയായി കണക്കാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് ഹസൻ ഇത്തരത്തിലുള്ള ഈ നിലപാടുമായി വന്നപ്പോൾ, മെഡിക്കൽ കോളേജിലെ പരിമിതികളെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോഴാണ് ഡോക്ടർക്കെതിരായ ആരോപണവുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തിയത്. ഇപ്പോൾ വസ്തുത മനസ്സിലായ സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ, ഇത്തരത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ ആത്മവീര്യം കെടുത്താതെ, സാധാരണഗതിയിൽ പോലീസിനൊക്കെ എതിരെ ചില ആരോപണങ്ങൾ ഉയരുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ പറയാറുണ്ട്, പോലീസിൻ്റെ ആത്മവീര്യം കെടുത്തുന്ന നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. അത്തരത്തിലുള്ള ഒരു നിലപാട് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇത്തരം ഡോക്ടർമാർക്ക് ധാർമ്മികമായ പിന്തുണ ആരോഗ്യവകുപ്പ് നൽകണം. അത് കേരള സമൂഹം നേരത്തെ തന്നെ നൽകിയതാണ്. ആരോഗ്യവകുപ്പ് കൂടി അത്തരത്തിലുള്ള ധാർമ്മിക പിന്തുണ ഇത്തരം ഡോക്ടർമാർക്ക് നൽകിയേ മതിയാകൂ എന്നാണ് പറയാനുള്ളത്. SK. ദിലീപ് കുമാർ. ഇനി ഒബ്സർവർ നാളെ വരും മറ്റൊരു കാര്യവുമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.